എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട, അതായത് കേരള സ്റ്റൈലിലുള്ള ഗോതമ്പ് പൊറോട്ടയുടെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുൻപ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. മൈദ വെച്ചിട്ട് മാത്രമല്ല, ഗോതമ്പ് വെച്ചിട്ട് ചെയ്താലും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ലെയറുകളൊക്കെ ഉള്ള, നമ്മൾ കൈവച്ചിട്ട് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് മുറിഞ്ഞു വരുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വിഷൊന്നും അടിക്കാതെ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊറോട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇനി മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ട നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നിങ്ങൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 2.5 കപ്പ് പൊടിക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമ്മളൊരു 1/8 ടീസ്പൂൺ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ആ സോഡാപ്പൊടിയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള തൈരും കൂടി ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈരോ ഏത് തൈര് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ എന്ന് പറയുമ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ, നെയ്യ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ചേർക്കുമ്പോൾ പൊറോട്ട ഒന്ന് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പഞ്ചസാരയുടെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ പഞ്ചസാര തരികളായിട്ട് കിടക്കും, പിന്നെ പൊറോട്ട സോഫ്റ്റായിട്ടും കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം 2.5 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. 250 മില്ലിയുടെ 2.5 കപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നീട് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പൊടി ചേർത്തിട്ട് കുഴയ്ക്കാവുന്നതാണ്. ഞാനിതിൽ എക്സ്ട്രാ ആയിട്ട് 4 ടേബിൾ സ്പൂൺ പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലാണ് ഇത് ചേർക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ മൈദ ചേർക്കാതെ ഉള്ളൊരു പൊറോട്ടയാണ്. നമ്മൾ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ മൈദയുടെ ഒരു കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡറിലോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്റ്റാൻഡ് മിക്സർ വേണമെന്ന് ഒരു നിർബന്ധമില്ല, കൈ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിലേക്ക് ആകെ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പാണ്. അതായത് 250 മില്ലിയുടെ 1 കപ്പ്. ആ 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടാണ് പൊറോട്ടയ്ക്ക് വേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ മാവ് കുറച്ചൊന്ന് ലൂസാണ്, ഇത്രയും ലൂസാവണ്ട. നമുക്കിതിലേക്ക് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പം മാവ് ഒരു ബോൾ പോലെ ആകുന്നില്ല, ലിക്വിഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഇത് ഒന്ന് ബ്ലെൻഡായി കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് മിക്സറൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം മാവ് അത്യാവശ്യം ലൂസായിട്ടാണുള്ളത്. ചപ്പാത്തി മാവിനെക്കാട്ടിലും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തേച്ച് കഴുകി തുടച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മാവ് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഒന്നുകൂടി അത് നല്ലൊരു ബോളാക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇത് ഒരുപാട് റെസ്റ്റിംഗ് ടൈമൊന്നും വേണ്ടാത്തൊരു പൊറോട്ടയാണ്. നമ്മളൊരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് വേണമെന്നില്ല, നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ എണ്ണ തടവിയിട്ട് ഉരുട്ടി വെക്കാവുന്നതാണ്. കുറച്ചൊരു വലിയ ഉരുളകളാക്കിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. നന്നായിട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
നമ്മളെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 10 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുകളിലും കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പം ഇതിന് മുകളിലായിട്ട് ഒരു നനഞ്ഞ ടവലൊന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളിതിൽ ആകെ 15 മിനിറ്റ് റെസ്റ്റിംഗ് ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊറോട്ടയുടെ ഉരുളകളൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകൾ എടുത്തതിന് ശേഷം എങ്ങനെയാണ് പൊറോട്ട ആക്കി എടുക്കുന്നത് നോക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുള എടുത്തിട്ട് ഇത്രയും അളവിൽ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇങ്ങനെ ഓരോ ഉരുളകളും എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനത്തെ ഉരുള പരത്തിയെടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തത് റെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ആയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എണ്ണ തടവുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ബലം പ്രയോഗിക്കരുത്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും. അങ്ങനെ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ പ്ലേറ്റിൽ തന്നെ നമ്മൾ ഏറ്റവും അവസാനം പരത്തിയത് പ്ലേറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് വെക്കുക. ആദ്യം പരത്തിയത് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ ഇതൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ചധികം നേരം റെസ്റ്റായി ഇരുന്നൊരു മാവാണ്. ഇനി ഇത് വീണ്ടും അടച്ചു വെക്കുക. അടച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ നിന്നും ഓരോന്ന് എടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ പൊറോട്ട എടുക്കുമ്പോൾ ബാക്കി മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. ആദ്യം നമ്മളൊന്ന് വീശിയടിച്ച് നോക്കുകയാണ്. പൊറോട്ട വീശിയടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. കൈവച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുക. ഇതിപ്പോൾ മൈദ പൊറോട്ട പോലെ അങ്ങനെ പൊട്ടാതൊന്നും കിട്ടില്ല. കുറച്ചൊക്കെ പൊട്ടിപ്പോകും. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്ക് നല്ല നൈസായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് മൈദ പൊറോട്ട ചെയ്യുന്ന പോലെ തന്നെ നൈസായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എല്ലാം കൂടി എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ലെയറാക്കി വെച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല. കാരണം നമ്മളെന്തായാലും ഇത് ചുറ്റിച്ച് പരത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം വരുന്ന ഭാഗം ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ അതേ പ്ലേറ്റിൽ തന്നെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. വീശടിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി വീശടിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിലേക്ക് ചപ്പാത്തി റോളറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കൈവച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ല നൈസായിട്ട് ഇത് കിട്ടും. ഇതിന് മുൻപ് നമ്മളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മൈദ വെച്ചിട്ടുള്ള പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പരത്തി കൊടുത്തതിന് ശേഷം ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കീറി കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും നടുവിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. വീശിയടിച്ച് പരിചയമില്ലാത്തവർക്ക് ഇതായിരിക്കും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പരത്തിയത് ഏറ്റവും ആദ്യം നമുക്ക് പൊറോട്ടയാക്കി എടുക്കാം. പൊറോട്ടയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാടങ്ങ് തിന്നാക്കാതെ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി റോളർ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഒരുപാട് ഹാർഡായി പോകും. കൈവച്ചിട്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് തൊട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ തന്നെ അതിലേക്ക് ലെയറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ചുട്ടെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് പൊറോട്ട കിട്ടുന്നത്. നമ്മളൊരു ഇരുമ്പിൻ്റെ പാനാണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കാം. മോൾ ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം പൊറോട്ട ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം പൊറോട്ടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്ന കാരണമാണ് മൊരിഞ്ഞ് വന്നിരിക്കുന്നത്. വളരെ കുറച്ചെണ്ണ മതി. വീണ്ടും ഒന്ന് തടവി കൊടുത്തിട്ട് തിരിച്ചു മറച്ചു വിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഈ പൊറോട്ടയിൽ നമ്മൾ ചട്ടുകം വെച്ചിട്ട് ഒരുപാടങ്ങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട ഹാർഡായി പോവും. വളരെ പതുക്കെ വേണം തൊടാനായിട്ട്. തിരിച്ചു മറച്ചു വിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചൂട് മാറാതെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക. ഒരു 4-5 പൊറോട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടി എടുത്തിട്ട് കൈവച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു 4-5 പൊറോട്ടയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കുമ്പം അടിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് പൊറോട്ട ഇങ്ങനെ അടിച്ചു തരുന്നത്.
ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഇത് ലെയറായിട്ട് വന്നിട്ടുണ്ട്. മൈദ പൊറോട്ട പോലെ ഒരുപാട് വലിഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല. നമ്മൾ കൈവച്ചിട്ട് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് മുറിഞ്ഞു വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ കളറ് മാത്രമാണ് ആകെ ഒരു വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഗോതമ്പിൻ്റെ കുറച്ചൊരു ടേസ്റ്റും കാണും. എന്നാലും മൈദേനെക്കാട്ടിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ടയ്ക്ക്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. നമ്മളിതിൻ്റെ കൂടെ കഴിച്ചത് ഒരു ബീഫ് കറിയാണ്. ആ ബീഫ് കറി എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് സാലഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് എടുത്ത പാൻ എന്ന് പറയുന്നത് കാസ്റ്റ് അയണിൻ്റെ പാനാണ്. ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ്, ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. ഓൺലൈനായിട്ടുള്ള ലിങ്ക് തരാൻ എനിക്കില്ല. കുറച്ച് പേരൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്